ഹായ് ഫ്രണ്ട്സ്, ആലിയസ് ലിറ്റിൽ ജോയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ഹോട്ടൽ സ്റ്റൈലിലുള്ള ഒരു കിടിലൻ മീൻ കറിയാണ്. പച്ച തേങ്ങ അരച്ചിട്ടുള്ള മീൻ കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരു ലൈറ്റ് ഓറഞ്ച് നിറമുള്ള ഒരു കറിയാണിത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പിയിലേക്ക് കിടക്കാം. ഈ ഒരു കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഏത് മീൻ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. നെയ്മീൻ മുതൽ മത്തി വരെ ഈ കറി തയ്യാറാക്കാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3/4 കിലോ മീനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ മീനൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് മീൻ കറി റെഡിയാക്കാൻ തുടങ്ങാം. ആദ്യം ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് 1 ഇഞ്ച് കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല തിന്നായിട്ട് അരിഞ്ഞിട്ടില്ല, ജസ്റ്റ് റഫായിട്ട് അരിഞ്ഞാൽ മതിയാവും. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയാണ്. അപ്പോൾ ഒരു 4-5 വെളുത്തുള്ളി എടുത്താൽ മതിയാവും. ഇനി ഇത് നന്നായിട്ട് എണ്ണയിലിട്ടൊന്ന് മൂപ്പിക്കുക. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത്. ഇനി ഇതിലേക്കൊരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ചെറുതായിട്ടൊന്ന് വഴറ്റുക. അധികം നേരം നമ്മൾ വഴറ്റേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതിയാവും. ഇപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. അതുപോലെ മസാല ചേർത്തതിന് ശേഷം തീ സിമ്മിലാക്കി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള 1 മുറി തേങ്ങ മതിയാവും ഇതിനായിട്ട്. തേങ്ങ ചേർത്തതിന് ശേഷം ഈ മസാലയിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഈ തേങ്ങ ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ വറുത്തരച്ച തേങ്ങ പോലെയൊന്നും വറുക്കുന്നില്ല. ഇനി ഇതിലേക്ക് 8 ചെറിയുള്ളിയും കൂടി ചേർത്ത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അതിനുശേഷം നമ്മളൊരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ 1/2 കപ്പ് മുതൽ 1 കപ്പ് വെള്ളം വരെ ചേർക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് ഫൈനായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ പച്ച തേങ്ങ അരച്ച പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് മീൻകറിയിലേക്ക് ആവശ്യമുള്ള പുളി പിഴിഞ്ഞെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തേക്കുന്നത്. ഇത് 1/2 കപ്പ് ചൂടുവെള്ളത്തിലിട്ട് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് കുതിർത്തി വെക്കുക. ചൂടുവെള്ളത്തിൽ പുളി കുതിർത്തി വെക്കുമ്പോഴത്തേനും അതിന് പെട്ടെന്ന് അതിൽ ചാറൊക്കെ ഇറങ്ങിയിട്ട് കുറുകി വരും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളത്തിലാണ് നമ്മൾ കുതിർത്താൻ വച്ചേക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് പിഴിഞ്ഞ് അരിച്ച് എടുക്കണം. ഇതുപോലെ നന്നായിട്ട് കുറുകിയിട്ടുള്ള ചാറാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി നമുക്ക് മീൻകറി റെഡിയാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും പിന്നെ 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ കടുകും ഉലുവയും കൂടി വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചെറുതായിട്ട് കീറിയിട്ടുള്ള 4 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ തക്കാളി അല്പം വലുതായിട്ട് തന്നെ മുറിച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറുതാണെങ്കിൽ 2 തക്കാളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് എണ്ണയിലിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റുക. അധികം നേരം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന പച്ച തേങ്ങ അരച്ച കൂട്ടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങാക്കൂട്ടി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഇനി നമ്മൾ തേങ്ങ അരച്ച മിക്സി കഴുകിയ വെള്ളവും കൂടി ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം 1 കപ്പ് വെള്ളമാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുളി വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ മീൻകറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഉപ്പ് ചേർത്തതിന് ശേഷം ഈ തേങ്ങ ചെറുതായിട്ടൊന്ന് ചൂടാവട്ടെ. അതിനുശേഷം വേണം നമ്മൾ മീൻ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മീനും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 3/4 കിലോ മീനാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി ഇത് അടച്ചു വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം.
ഇതാ ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മീൻ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതുപോലെ തിളച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ ചൂട് വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. പച്ചവെള്ളം ഒഴിച്ചാൽ അതിൻ്റെ രുചി ഒന്ന് മാറും. എപ്പോഴും തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഏത് കറിയായാലും വെള്ളം ഒഴിക്കുമ്പോൾ ചൂടുവെള്ളം വേണം ഒഴിക്കാനായിട്ട്. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മൂടി തുറന്ന് കറി ഒന്ന് ചെറുതായിട്ട് ചുറ്റിച്ചു കൊടുക്കാം. ഈ സമയത്ത് തവി കൊണ്ട് ഇളക്കാൻ പാടില്ല. മീൻ വെന്തതിന് ശേഷം തവി കൊണ്ട് ഇളക്കി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യത്തെ 5 മിനിറ്റ് നേരം നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടത്. ഇനി ഒരു 8 മുതൽ 10 മിനിറ്റ് നേരത്തേക്ക് സിമ്മിലാക്കി വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. എങ്കിലേ നമ്മുടെ മീൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ സമയത്തും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നമ്മുടെ മൺചട്ടി ഒന്ന് ചെറുതായിട്ട് ചുറ്റിച്ചു കൊടുക്കാം. തവി ഇട്ട് ഇളക്കാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതാ ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ചാറൊക്കെ ചെറുതായിട്ടൊന്ന് കുറുകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഒഴിച്ച വെള്ളമൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അതുപോലെ ഈ സമയത്ത് കുറച്ചധികം ചാറുള്ളതുപോലെ തോന്നുമെങ്കിലും ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടി ഇരുന്ന് കുറുകും. അപ്പോൾ നമ്മൾ ടോട്ടൽ 15 മിനിറ്റാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കിഡിലൻ കറിയാണിത്. നല്ല ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന പോലത്തെ ഉള്ള ഒരു ലൈറ്റ് ഓറഞ്ച് നിറമുള്ള ഒരു കറിയാണ്. നമ്മളിതിലേക്ക് ചേർക്കുന്ന കാശ്മീരി മുളക് പൊടിയാണ് ഇതിനൊരു കളറ് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഈ കറി യൂസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ചാറൊക്കെ കുറച്ചുകൂടി ഒന്ന് നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഈ കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഏത് മീൻ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല ദശക്കട്ടിയുള്ള മീനും അല്ലാത്ത മീനും ഇതിന് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മളിത് പച്ചത്തേങ്ങ അരച്ച കറിയാണ് വെക്കുന്നതെങ്കിലും നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതിന്. നമ്മൾ ആദ്യം വെളിച്ചെണ്ണയിലിട്ട് മസാലയൊക്കെ മൂപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് ഈ കറിയിൽ പച്ചച്ചുവ ഉണ്ടായിരിക്കുന്നതല്ല, കാരണം ആദ്യം നമ്മൾ മസാലയൊക്കെ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചാണ് ഉപയോഗിക്കുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഈ ഒരു ഹോട്ടൽ സ്റ്റൈൽ കറി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമാവുമെന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.